നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ കേരളത്തിലെത്തുന്നു. ഈ മാസം ഇത് രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. വൈകുന്നേരം 6:30 പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ ഹെലികോപ്റ്റർ മാർഗം എത്തും. ദക്ഷിണ നാവിക ആസ്ഥാനത്താണ് അദ്ദേഹം എത്തുക. അതിനുശേഷം 50,000-ഓളം BJP പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ റോഡ് ഷോയിലേക്ക് കടക്കുക കൂടിയാണ് BJP. ഈ മാസം ഇത് രണ്ടാം തവണ നരേന്ദ്രമോദി എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് അനൌദ്യോഗിക പ്രചാരണത്തിന് തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനം തുടക്കമാകുന്നു എന്ന വിലയിരുത്തലുകൾ നമുക്കുണ്ട്. നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ഒപ്പം നവമി ദിനേശും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം KPCC ജംഗ്ഷനിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, പ്രധാനമായും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി വന്നതിന് ശേഷമുള്ള റോഡ് ഷോ തന്നെ. വലിയ രീതിയിൽ കഴിഞ്ഞ തവണ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി BJP പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടി നടന്ന ഷോ 50,000-ഓളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്? എത്ര മണിയോടുകൂടി പ്രധാനമന്ത്രി നഗരത്തിലെത്തും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ? അപർണ, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി നഗരത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 6 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും. എന്നാൽ അത് 6:30 മണിക്ക് ആകും എന്നാണ് ഒടുവിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി പിന്നീട് ഹെലികോപ്റ്ററിൽ നാവികസേന ആസ്ഥാനത്ത് ഹെലിപാഡിലെത്തും. അവിടെ നിന്നാണ് റോഡ് മാർഗം ഇവിടേക്ക് എത്തുന്നത്. നമ്മളുള്ളത് ഇവിടെ KPCC ജംഗ്ഷൻ ഹോസ്പിറ്റൽ റോഡ് തുടങ്ങുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് റോഡ് ഷോയുടെ തുടക്കം എന്ന് പറയുന്നത്. 1.5 കിലോമീറ്റർ വരുന്ന റോഡ് ഷോയുടെ ഒരു തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്, എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ ദൂരം അത്രയുമാണ് റോഡ് ഷോയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. 1.5 കിലോമീറ്റർ ദൂരമാണ് ഇവിടെയുള്ളത്. ഇതിന് റോഡിന് ഇരുവശമായാണ് BJP പ്രവർത്തകരും അതേ പ്രധാനമന്ത്രിയെ കാണുവാനെത്തുന്നവരും എല്ലാവരും ഈ റോഡിന് ഇരുവശത്തായിട്ട് ക്രമീകരിക്കും. ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. 2 രീതിയിലുള്ള ഒരു ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നു. ഇവിടെ ഈ റോഡിനോട് ചേർന്നുള്ള ബാരിക്കേഡിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിയന്ത്രിക്കും. അതിനിപ്പുറത്ത് വശത്തായിരിക്കും ആളുകളെ നിരക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റോഡിലേക്ക് ഇറങ്ങാൻ, നേരിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ റോഡിലേക്ക് കടക്കാനോ അനുവദിക്കില്ല. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 2000-ഓളം പോലീസുകാരെ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള ഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും ഈ 1.5 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ അണിനിരക്കും. അതിനുശേഷമായിരിക്കും നാളെയുള്ള അവരെ നിശ്ചയിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. തുടക്കത്തിൽ ഇവരെല്ലാം തന്നെ നിർദ്ദേശം റോഡിന് ഇരുവശവും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ്. ഈ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോൾ തന്നെയും പോലീസ് കൃത്യമായ പരിശോധനകളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങി. BJP പ്രവർത്തകരടക്കം ഇങ്ങോട്ട് എത്തിത്തുടങ്ങുന്നു. ഏതാണ്ട് 50,000-ഓളം പേർ ഇവിടെ എത്തുമെന്നാണ് BJP ഔദ്യോഗികമായിട്ട് കണക്കുകൂട്ടുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് അവർ രാവിലെയും സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഒപ്പം പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ആളുകൾ എത്തും എന്നൊരു കണക്കുകൂട്ടലിൽ കൂടിയുണ്ട്. കാരണം BJP പ്രവർത്തകർക്കപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയുടെ ആരാധകർ എന്ന രീതിയിൽ തന്നെ ഒരു വൃന്ദം രൂപപ്പെട്ടിരിക്കുന്നുവെന്നാണ് BJP പറയുന്നതും അവകാശപ്പെടുന്നതുമെല്ലാം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി തന്നെയും പലരും ഈ നഗരത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇവിടെ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ഗതാഗത നിയന്ത്രണം കർശനമായി നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 5 മണിയോടുകൂടി നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ അത് വഴിതിരിച്ചു വിടുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. MG റോഡ് പരിസരവും എല്ലാം തന്നെയും പൂർണ്ണമായും തന്നെ പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്കുള്ളൊരു പ്രവേശനവും കാര്യങ്ങളുമെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡാനി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന റോഡുകൾ. സ്വാഭാവികമായിട്ടും ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഈ റോഡ് ഷോ കടന്നു പോകുന്ന 1.5 കിലോമീറ്റർ ദൂരവും ആ രീതിയിൽ നഗരം അലങ്കൃതമായിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത്രയും പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ തവണത്തെ റോഡ് ഷോയിൽ ഉണ്ടായ പങ്കാളിത്തം, കൊച്ചിയിൽ
രീതിയിലുണ്ടായ ജനപങ്കാളിത്തം, ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം തൃശ്ശൂരിലെത്തിയപ്പോൾ ഉണ്ടായ ജനപങ്കാളിത്തം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിൽ കൂടാനുള്ള ജനപങ്കാളിത്തം പിന്തുണയും കൂടാനുള്ള ഒരു സാധ്യത തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഏത് രീതിയിൽ പോലീസ് സന്നാഹത്തെ ഒരുക്കിയിരിക്കുന്നു? അപർണ ചോദിച്ചതുപോലെ നേരത്തെ യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നതായിട്ട് തന്നെയാണ് അറിയുന്നത്. കാരണം പലയിടങ്ങളിൽ നിന്ന് തന്നെയും പ്രധാനമന്ത്രിയെ കാണുന്നതിന് പലരും എത്തിച്ചേർന്നിരുന്നു. പ്രത്യേകിച്ച് BJP പ്രവർത്തകർ പല ഭാഗങ്ങളിൽ തന്നെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊപ്പം എവിടെ നിന്നാണ് നിങ്ങൾ എത്തുന്നത്? ഞങ്ങൾ എരുമേലിയിൽ നിന്ന് ഈ റോഡ് ഷോയ്ക്ക് പങ്കെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണോ? അതെ. പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞങ്ങൾ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം തൃശ്ശൂർ വന്നു. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്തായി. ഞങ്ങൾ മണിമല പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ മണിമല പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ തൃശ്ശൂർ പോയിരുന്നു. വീണ്ടും ഒന്നുകൂടെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എറണാകുളത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ അപർണ, ഇങ്ങനെ നിരവധി ആളുകൾ, വിവിധ BJP പ്രവർത്തകരാണ് ഇവരെല്ലാം തന്നെ. ഈ പ്രവർത്തകർക്കൊപ്പം തന്നെയും മറ്റ് നഗരത്തിൽ നിന്നുകൂടി ഒരു ജനസഞ്ചയം അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ പേരുടെ ഒരു പങ്കാളിത്തം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ്. സമയം 3 മണി കഴിയുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിന് ചുറ്റും നിരവധിയായ ആളുകൾ അവിടെ ഒപ്പം തന്നെ കൂടിയിരിക്കുന്നു. എവിടെ നിന്ന് എത്തുന്നത്? കോട്ടയം വാഴൂർ. ആദ്യത്തെ ചടങ്ങിലാണോ നിങ്ങൾ പങ്കെടുക്കുന്നത്? ചടങ്ങിന് പോകുന്നതാണ്, എല്ലായിടത്തും പോകും. റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നേരത്തെ തൃശ്ശൂരിൽ അവർ എത്തിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും കൂടുതൽ കഴിഞ്ഞ തവണ നമ്മൾ തേവര ജംഗ്ഷനിൽ കണ്ടതുപോലെ തേവരയിലെല്ലാം തന്നെ കൂടുതൽ സ്ത്രീകളുടെയും എല്ലാം തന്നെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. എവിടെ നിന്ന് എത്തുന്നു? കോട്ടയത്ത്. പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി? അതെ, പ്രധാനമന്ത്രി മോദിയെ കാണാൻ വേണ്ടി മാത്രം വന്ന. ഒരിക്കൽ കണ്ടു ഞങ്ങള്, പക്ഷെ അത് ഒത്തിരി ദൂരെയായിപ്പോയി. അടുത്ത് കാണാന്നുള്ള പ്രതീക്ഷയിൽ ഓടി വന്നത്. കുറച്ചുകൂടി അടുത്ത് കാണാമല്ലോ, അടുത്ത് കാണാന്നുള്ള ആഗ്രഹത്തിൽ വന്നു. അപർണ, ഇതേപോലെയാണ്. കാരണം നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഇപ്പോഴുള്ള ഒരു 3 മണി സമയം, അത് വൈകുന്നേരത്തേക്ക് അടുക്കുമ്പോൾ കൂടുതലായും തന്നെ പ്രവർത്തകർ ഈ ഭാഗത്ത് ഇത് തുടങ്ങുന്ന പ്രവർത്തകരുടെ ആവേശമൊക്കെ വ്യക്തമാണ്. പ്രത്യേകിച്ച് സ്ത്രീ BJP പ്രവർത്തകരുടെ ആവേശമൊക്കെ. ഡാനി, വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ തൃശ്ശൂരിലെത്തിയപ്പോൾ തുറന്ന വാഹനത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ. അങ്ങനെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചത്. പക്ഷേ യുവം പരിപാടിക്ക് എത്തിയ സമയത്ത് അപ്രതീക്ഷിതമായി നടക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇത്തവണ കടക്കാനുള്ള സാധ്യതയുണ്ടോ? റോഡ് ഷോ അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ ഇത്രയും വലിയ ജനപങ്കാളിത്തത്തെ മാനേജ് ചെയ്യാൻ പോലീസിന് കഴിയുക? ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ BJP പ്രവർത്തകരും BJP പാർട്ടിയും അതനുസരിച്ച് ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ? അപർണ, ഇതിൽ അങ്ങനെ ഒരു സാധ്യത സജീവമായിട്ട് തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ തേവരയിലെ പാലം കഴിയുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഔദ്യോഗികമായ വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡ് ഷോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേക വാഹനത്തിലേക്ക് കയറേണ്ടതായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. പകരം അദ്ദേഹം നടക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് പ്രവർത്തകരെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. അവർ അഭിവാദ്യങ്ങൾ ചെയ്തു. അദ്ദേഹം കേരളീയ വേഷത്തിലായിരുന്നു എന്നതും വലിയ രീതിയിലേക്ക് അവർക്ക് സന്തോഷം പകരുന്നു. അദ്ദേഹം അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് പ്രവർത്തകർക്ക് ഇടയിലൂടെ, റോഡിന് ഇരുവശമുള്ള പ്രവർത്തകർക്ക് ഇടയിലൂടെ അദ്ദേഹം നടന്നു. അത് കുറച്ചൊന്നുമല്ല പ്രവർത്തകരെ ആവേശത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഏതാണ്ടൊരു പകുതിയിലധികം ദൂരം അദ്ദേഹം നടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. തേവര ജംഗ്ഷൻ മുതൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജ് വരെയുള്ള ദൂരത്തിലേക്ക് ഏതാണ്ട് പകുതിയിലധികം ദൂരം അദ്ദേഹം നടക്കാൻ തന്നെ തീരുമാനിച്ചു. വലിയ രീതിയിലേക്ക് പ്രവർത്തകർ ആവേശത്തിലായി. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം കർശനമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി നടക്കാൻ തീരുമാനിച്ചാൽ സുരക്ഷ ഒരുക്കുക, കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുക, എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ രീതിയിൽ അദ്ദേഹം തീരുമാനം മാറ്റുമോ എന്ന ഒരു
കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിയായ പോലീസ് സുരക്ഷയും ഒപ്പം തന്നെ SPG അടക്കമുള്ള വിഭാഗങ്ങളും വളരെ സന്നദ്ധരാണ്. ആ രീതിയിലുള്ള സുരക്ഷ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ 2000-ലധികം പോലീസുകാരെ അടക്കം അണിനിരത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും വലിയ ആവേശത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ആവേശത്തിലേക്ക് പ്രവർത്തകർ എത്തുന്നു. അതായത് മോഡിജി ഇപ്പൊ കേരളത്തില് 2ാമത്തെ സന്ദർശനമാണ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് നടക്കുന്നത്. അത് വളരെയധികം പാർട്ടി അണികളിൽ ഭയങ്കര സന്തോഷവും വികാരവും ഒക്കെയാണ് വരുത്തിയേക്കുന്നത്. ഏതായാലും ഇവിടെ ഇത്തവണ ഇലക്ഷൻ എന്ന് പറയുന്നത്, ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിൻ ചെയ്തിരിക്കും. ഒരു 5 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് വിൻ ചെയ്തിരിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അപർണ, ഇത്തരം ആവേശം നിറഞ്ഞ പ്രവർത്തകരാണ് നമുക്ക് എല്ലായിടത്തും തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ആരോട് ചോദിച്ചാലും ഇവിടേക്ക് എത്തുന്ന പ്രവർത്തകരെല്ലാം തന്നെ ഇത്തവണ വിജയം നേടാൻ കഴിയും, ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കം ഇവർ പറയുകയും ചെയ്തു. അങ്ങനെ ഇത്തരം റോഡ് ഷോകൾ ഒരു മെഗാ ഹിറ്റാക്കി മാറ്റുന്നതിന് BJPക്ക് കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മളത് തൃശ്ശൂരിൽ കണ്ടതാണ്. ആ ഒരു സംഘടനാ പാഠവും ആ ഒരു ചട്ടക്കൂട്ടിലേക്കടക്കം BJP സംവിധാനങ്ങൾ മാറുന്നു എന്നത് എടുത്തു കാട്ടേണ്ടതാണ്. ഇത്തരം റോഡ് ഷോകളിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്ത സ്വഭാവം ഉണ്ടാക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തേവരയിൽ കഴിഞ്ഞ വർഷം കണ്ടതാണ്, നമ്മൾ യുവം പരിപാടിയിൽ കണ്ടിരുന്നു. തൃശ്ശൂരിൽ റോഡ് ഷോയും അതോടൊപ്പം തന്നെ മഹിളാ പ്രവർത്തകരുടെ ധർണയും, ഇതിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. BJP പ്രവർത്തകരെ കൊണ്ടത് അവിടെ നിറഞ്ഞിരുന്നു. ഇപ്പോഴും ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സംഘടന തീർച്ചയായും ഡാനി, അതിന്റെ ഒരു രാഷ്ട്രീയ തലം അത് തന്നെയാണ് നിഷേധിക്കാനാവുന്നതല്ല. ഈ മാസം ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. മഹിളാ സംഘം ഉദ്ഘാടനം ചെയ്യാൻ ഈ മാസം ആദ്യമാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. ഏതായാലും ഒരു പുതിയ തലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ നൽകാനുള്ള BJPയുടെ ലക്ഷ്യം ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അടുത്ത മാസം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ ഒരു വശത്തുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച BJP പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിജയത്തിലേക്ക് തുടക്കം കുറിക്കാൻ നരേന്ദ്രമോദിയുടെ യാത്രകൾ, അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾ മുതലായവ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ ഡാനി പോളിലേക്ക് തിരികെ എത്താം. നവമി ദിനേശും നമുക്കൊപ്പം ചേരുന്നു ലോ കോളേജ് ജംഗ്ഷനിൽ നിന്ന്. നവമി, പ്രധാനമായിട്ടും നഗരത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പോലീസ് സാന്നിധ്യം മിക്ക കെട്ടിടങ്ങളിലും ഓരോ 5ലേറെ പോലീസുകാരെ നിയോഗിച്ചിരിക്കുക. പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ CCTV ക്യാമറകൾ, അങ്ങനെ സുരക്ഷയിൽ യാതൊരു പാളിച്ചയും ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആദ്യം തന്നെ അത് ഏത് തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്? കൊച്ചി നഗരത്തിലെ സുരക്ഷ ഏത് തരത്തിലാണ് ഇപ്പോൾ? തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ലോ കോളേജിന് മുന്നിലാണ്. ഇവിടെ കൂടിയാണ് മോദിയുടെ ഷോ കടന്നു പോകുന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. 2 ഭാഗത്തായും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. കൂടുതൽ ബാരിക്കേഡുകൾ ആവശ്യമായത് സാഹചര്യത്തിൽ പോലീസിന്റെ വണ്ടിയിൽ തന്നെ ബാരിക്കേഡുകൾ ഓരോ ഇടത്തേക്കും വീണ്ടും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ നിന്ന് കൊടുക്കുക. നവമി ദിനേശിലേക്ക് തിരികെ എത്താം. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ 3:15 അദ്ദേഹം ഒരു 6:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തും എന്നാണ് അറിയുന്നത്. നെടുമ്പാശ്ശേരിയിലാണ് ഹെലികോപ്റ്റർ മാർഗം പ്രധാനമന്ത്രി എത്തുക. ഉറ്റുനോക്കുന്നത് റോഡ് ഷോയിലേക്ക് തന്നെയാണ്. 50,000-ഓളം BJP പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്നു. അതിനനുസരിച്ച് പഞ്ചായത്ത് തലത്തിലൊക്കെ 500-ലേറെ വാഹനങ്ങൾ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് തരത്തിലാണ് എന്ന് ഉറ്റുനോക്കുകയും ചെയ്യുന്നു. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി,
കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാളെയും നാളെ പാർട്ടിയുടെ 7000-ഓളം ശക്തി കേന്ദ്ര ചുമതലക്കാർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം നടക്കുകയാണ് എന്നുകൂടി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസരമുണ്ട്. അത് ഏത് തരത്തിലാണ്? സ്വാഭാവികമായിട്ടും ഒരു മുഴമല്ല, അതിനും മുന്നേ എറിയുന്ന രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കാണുന്നു, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. നേരത്തെ ഡാനി തന്നെ പറഞ്ഞതുപോലെ തന്നെ റോഡ് ഷോ അടക്കമുള്ളവ ഹിറ്റാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളിലേക്ക് BJP കടക്കുകയും ചെയ്യുന്നു. വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലെത്തും അടുത്ത മാസം എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. രാഷ്ട്രീയപരമായി പാർട്ടി പരമായി നാളെ നടക്കുന്ന പരിപാടി എന്താണ്? അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് അത് ഏത് തരത്തിലായിരിക്കും? അപർണ, നാളെ നടക്കുന്ന രാഷ്ട്രീയ കേന്ദ്ര പ്രമുഖരുടെ യോഗം അത് വളരെ തന്ത്രപരമായ BJPയുടെ ഒരു വലിയ നീക്കത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ട് ഒരിക്കലും പ്രധാനമന്ത്രി അവരെ അഭിസംബോധന ചെയ്തിട്ട് ഇത് ആദ്യമായാണ് അത്തരമൊരു കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നത്. അത് കേരളത്തിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് വളരെ പ്രാധാന്യം അത് നൽകുന്നു എന്നതാണ്. കാരണം ഇത് ഏറ്റവും കീഴ്ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനത്തെയാണ് രാഷ്ട്രീയ കേന്ദ്ര പ്രമുഖ എന്ന് പറയുന്നത്. അത് BJP രൂപം കൊടുത്തതാണ്. കൂടുതൽ വേരോട്ടം ഉണ്ടാകാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ കൂടുതൽ പേര് വർക്ക് ചെയ്യാനായിട്ട് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കും. 7000-ഓളം പ്രവർത്തകരാണ് ഈ രീതിയിലുള്ളത് പങ്കെടുക്കുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി അവരോട് നേരിട്ട് സംസാരിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കീഴ്ഘടകങ്ങളിൽ ചുമതലപ്പെട്ടവരാണ്. അവർക്ക് ഇത്തരമൊരു യോഗം ഒരുപക്ഷെ അപ്രാപ്യമായിരിക്കാം. പക്ഷേ ആ യോഗത്തിലേക്ക് അവരെത്തുന്നു, അവരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു, അവരോട് സംസാരിക്കുന്നു. തീർത്തും രാഷ്ട്രീയപരമായ കാരണങ്ങൾ, അത് വരുന്ന തെരഞ്ഞെടുപ്പിന് ഈ പ്രവർത്തകരെ അടക്കം ഒന്നടങ്കം ഒരുക്കിയെടുക്കുക എന്ന രീതിയിൽ തന്നെയാണ്. ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തോട് നരേന്ദ്രമോദിക്ക് വലിയ ഇഷ്ടങ്ങളുണ്ട്. അതിൽ പ്രവർത്തകരോട് BJP പ്രവർത്തകരോട് കൂടുതൽ ഒരു അടുപ്പം അദ്ദേഹം കാണിക്കുന്നതിൻ്റെ വേറൊരു കാരണമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ളൊരു ആവേശവും ആത്മാർത്ഥതയും എല്ലാം പ്രവർത്തകരിലുണ്ട്. അത് തിരിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കൾ തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് കൂടുതൽ ജോലി ചെയ്യാനായിട്ട്, ഞങ്ങളതിന് തയ്യാറായിരിക്കുന്നു എന്നതാണ്. വലിയ രീതിയിലുള്ളൊരു ആവേശം കുത്തിവെക്കുന്ന രീതിയിലേക്ക് ഇത്തരം കേന്ദ്ര നേതാക്കളുടെ സന്ദർശനങ്ങൾ അവർക്ക് മാറുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. നാളത്തെ യോഗവും ആ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇനിയുള്ള നാളുകൾ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളതാണ്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ BJPക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. BJP എന്ന രീതിയിൽ തന്നെ വോട്ട് സമാഹരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നതാണ്. നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ BJPക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കുറേ നാളുകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിൽ 5 സീറ്റിലോളം വന്നിട്ടുണ്ട്. സമീപത്ത് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ചുറ്റുപാടുമുള്ളവയിലെല്ലാം തന്നെ അത്തരം മേൽവിലാസങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരാൻ പറ്റാത്ത ഒരു ഇടമല്ല കേരളം എന്ന രീതിയിൽ തന്നെ അവർ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് പ്രവർത്തകരിലേക്ക് കൂടുതലായിട്ട് തന്നെ എത്തുന്നുണ്ട്. അതേ ആവേശത്തോടുകൂടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ട് കഴിയണം. പ്രധാനമായിട്ടും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് കൂടി കേന്ദ്ര നേതൃത്വം കൂടി രാഷ്ട്രീയപരമായിട്ട് തീരുമാനമെടുക്കുന്നു. ഏത് രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതേത് തരത്തിലായിരിക്കണം പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചകൾ എന്നുള്ളത് സംബന്ധിച്ച് കേരളത്തെ ലക്ഷ്യമിട്ട് തന്നെ പ്രധാനപ്പെട്ട ചില അജണ്ടകളിലേക്ക് കടക്കുന്നു BJP. അത് വേണമോ മനസ്സിലാക്കാൻ? ഇപ്പോൾ ഗുരുവായൂർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി തൃപ്രയാർ സന്ദർശനവും ഉണ്ടായേക്കുമെന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നിർണായകമായിട്ട് അയോധ്യ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അദ്ദേഹം തൃപ്രയാർ സന്ദർശിക്കുക, രാമക്ഷേത്ര ഉള്ള തൃപ്രയാർ സന്ദർശിക്കുക മുതലായ അങ്ങനെ നിർണായകമായ തീരുമാനത്തിലേക്കൊക്കെ വളരെ പെട്ടെന്ന് കടക്കുക. അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ നേരിട്ട് കണ്ടുകൊണ്ട് കൂടുതൽ ജനകീയമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ ഉള്ള നീക്കങ്ങളിലേക്ക് കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികളും തീരുമാനങ്ങളും കൂടി ആയിരിക്കുമോ ഇതെല്ലാം?
തീർച്ചയായും ഒരു സംശയവുമില്ല. കാരണം ഇത് ആ രീതിയിൽ തന്നെ നടപ്പാക്കി മുന്നോട്ട് പോകണം. കാരണം ഈ കേന്ദ്രത്തിൻ്റെതായ നേരത്തെ നമ്മൾക്ക് അതിൽ വേറൊരു കാര്യം കൂടി അപർണ മനസ്സിലാക്കാൻ കഴിയുന്നത്, സംസ്ഥാന നേതൃത്വത്തിലേക്ക് വളരെ രീതിയിൽ തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. അല്ലെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ പോകേണ്ടതെന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പലപ്പോഴും കേന്ദ്ര നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് തിരുത്തൽ വരുത്തിക്കൊണ്ട് ഇത് നിങ്ങളുടെ ശൈലിയിൽ ഈ രീതിയിലേക്ക് പ്രവർത്തനം മാറ്റണം അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നുണ്ട്. പല ക്യാമ്പുകളും എല്ലാം തന്നെ ഇതിലേക്കായി മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രവർത്തന ശൈലി മാറിക്കൊണ്ട് കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും അത് തന്നെ പറയാറുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ ഒരു ആൾക്കൂട്ടങ്ങളിലേക്ക് BJP മാറുന്നതിൻ്റെ ഒരു കാരണമെന്ന് തന്നെയാണ് പറയുന്നത്. അത്തരം ഒരു ഇടപെടലുകൾ തന്നെ ഉണ്ടാകുന്നു. അത്തരം ചില സർജിക്കൽ സ്ട്രൈക്കുകൾ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്കും മാറ്റങ്ങളിലേക്കും തന്നെ വരികയും ഈ ഒരു ഇടപെടൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിന് കൃത്യമായ രീതിയിൽ തന്നെ വേണം. അതിന് അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പാക്കുകയും തന്നെ വേണം. ആളുകളെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ഒപ്പം നടന്നു പോകാൻ കഴിയുന്നവരെ ഒരുമിച്ച് നിർത്തുക എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം BJP ക്രൈസ്തവ നേതാക്കളെ സന്ദർശിച്ചു പോവുക എന്നതെല്ലാം ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. കൂടുതലായിട്ട് തന്നെ ക്രൈസ്തവ സഭ പുരോഹിതരെ നേരിട്ട് കാണുക, മേലധ്യക്ഷന്മാരെ കാണുക, ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുക, ക്രിസ്തുമസ് ആഘോഷിക്കുക, സന്ദേശങ്ങൾ നൽകുക, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരിടം. ഇത് തങ്ങൾക്ക് മാറി നിൽക്കേണ്ട ഒരു സ്ഥലമല്ല. ഇതൊക്കെ ആയിരുന്നു ഒരുപക്ഷെ പോരായ്മകൾ എന്നുള്ളൊരു സ്വയം തിരിച്ചറിവിലേക്കെല്ലാം തന്നെ എത്തുകയും അവിടേക്കെല്ലാം കടന്നു ചെല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് BJPയുടെ തനത് വോട്ട് ബാങ്കുകൾ, തനത് പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് രീതിയിലേക്ക് പ്രവർത്തനം മാറ്റണം, ഏത് രീതിയിലേക്ക് ഒരുമിച്ച് ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നത്. അതെല്ലാം തന്നെയാണ് ഈ നാളെ നടക്കുന്ന ശക്തി കേന്ദ്ര പ്രമുഖന്മാരുടെ യോഗം എല്ലാം തന്നെയും മനസ്സിലാക്കി തരുന്നതും അതുതന്നെയാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ തന്നെ ഇടപെട്ടുകൊണ്ട് BJP പ്രവർത്തിക്കുന്നു എന്നതാണ്. ഒരു ഭാഗത്ത് കൃത്യമായ രീതിയിൽ പ്രവർത്തകരുടെ ഒരു ഏകോപനം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റു സമുദായങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നു എന്നത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി തന്നെ കാണുന്നു. അതെല്ലാം തന്നെ ഈ ഒരു കേന്ദ്രത്തിൻ്റെതായ നേതാക്കളുടേതെല്ലാം നിർദ്ദേശങ്ങളും അതെല്ലാം തന്നെ അനുസരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ്. കൃത്യമായ അതിനൊപ്പം ചെറിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളും ഇല്ലാതില്ല. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നെല്ലാം ആ രീതിയിലുള്ള പ്രസ്താവനകൾക്കൊപ്പം തന്നെ കൊച്ചിയിൽ നരേന്ദ്രമോദിക്കെതിരെ ASU ബാനർ ഉയർത്തിയിരിക്കുക, മണിപ്പൂരിലും ഡൽഹിയിലെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മൗനം ആചരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബാനർ ഉയർത്തുകയാണെന്ന് അങ്ങനെ വളരെ ചുരുക്കം രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഒരു വശത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നുമുണ്ട് അല്ലേ? തീർച്ചയായും അത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ മണിപ്പൂർ വിഷയം സംബന്ധിയായ കാര്യങ്ങളിൽ നാളിതുവരെയുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളോ ഒന്നും തന്നെയും ഉണ്ടായിട്ടില്ല. അത് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. മണിപ്പൂർ വീണ്ടും അശാന്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിഷയങ്ങളുണ്ടാകുന്നു. ഗുസ്തി താരങ്ങളുടെ വിഷയം, അത് ഈ ഗുസ്തി താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും അടക്കം വരുമ്പോൾ പോലും ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം വയ്ക്കുന്നതിനോ ക്രിയാത്മകമായ നടപ്പാക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനോ ഒരു കൂടിയാലോചനകൾക്കോ പ്രധാനമന്ത്രിയോ മറ്റു ചുമതലപ്പെട്ടവരോ ഉയർന്ന ചുമതലപ്പെട്ടവരോ ആരും തന്നെയും അതിലേക്ക് കടക്കുന്നില്ല എന്നതും അത് കേരളത്തിലെത്തുമ്പോൾ അത് അത്തരം പ്രതിഷേധങ്ങളിലൂടെ അത് ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ലോ കോളേജിന് മുന്നിൽ ഉയർന്ന ബാനറുകളുടെയും എല്ലാം സാരാംശവും അതുതന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതിനുമപ്പുറം രാഷ്ട്രീയപരമായി ഈ സന്ദർശനങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. BJP വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അത് ആ രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്. അത് ക്രൈസ്തവ ഭവന സന്ദർശനങ്ങളായാലും മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്നതായാലും എല്ലാത്തിനും രാഷ്ട്രീയ അജണ്ടകൾ ഞാൻ തിരികെ എത്താം. ഡാൻ, ഇപ്പോൾ രാഷ്ട്രീയ തലം വളരെ ശ്രദ്ധേയമായി തുടരുമ്പോൾ നവമി ദിനേശ് കൂടി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. നവമി, 4000 കോടിയുടെ 3 വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. കേരളം അതിനുകൂടി സാക്ഷിയാകുന്നു. ഏറെ നിർണായകം കൂടിയാണ്. അത്രയും ബൃഹത് പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. രാഷ്ട്രീയ തലമായിട്ട് കൂടി ഏതെല്ലാം പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുക? ആ രീതിയിൽ എത്രത്തോളം നിർണായകമായി മാറുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ഇപ്പോൾ? ധന്യ,
ഇന്നത്തെ റോഡ് ഷോ കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിലായിരിക്കും തങ്ങുക. അതിനുശേഷമാണ് നാളെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് പോകുന്നത്. അതിന് കഴിഞ്ഞ് ഏകദേശം 12 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 പരിപാടികളാണുള്ളത്. അത് 12 മണിയോടുകൂടി കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും ഡ്രൈ ഡോക്കും ഉദ്ഘാടനം ചെയ്യും. ഈ 2 പദ്ധതികളാണ്, ഈ ഡ്രൈ ഡോക്ക് പദ്ധതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള വലിയ പദ്ധതികൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം പുതുവൈപ്പിൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇറക്കുമതി ടെർമിനലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്ന് ഷിപ്പ്യാർഡിൽ വന്ന ശേഷം ഉദ്ഘാടനം ചെയ്യുക. മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ളൊരു ജില്ലയിൽ പ്രധാനമന്ത്രി ഇത് 2ാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് യുവം പരിപാടി സംഘടിപ്പിച്ചു. നാളെ തന്നെ ഈ ഉദ്ഘാടനത്തിന് ശേഷം ശക്തി കേന്ദ്ര പരിപാടിയും സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത് എറണാകുളത്തിന്റെ കൂടുതൽ വികസനത്തിനുള്ള ഒരു നാഴികക്കല്ലായി അല്ലെങ്കിൽ ഒരു പാത വെട്ടിത്തെളിക്കുകയാണോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. നാളെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ, അതും ശക്തി കേന്ദ്രയുടെ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ ഷിപ്പ്യാർഡിലെ പരിപാടിക്കിടയിൽ പ്രഖ്യാപിക്കുമോ എന്നാണ് നമ്മളിനി ഉറ്റുനോക്കുന്നത്. അത്തരത്തിലാണ് നാളെ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. ഇന്നിപ്പോൾ റോഡ് ഷോയോടനുബന്ധിച്ച് ദിനേശും വിവരങ്ങൾ നൽകിയത്. ആവേശം നിറച്ചുകൊണ്ട് കൊച്ചിയിൽ BJP പ്രവർത്തകരുടെ വലിയ ഒരു നിര തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനെത്തിയിരിക്കുന്നത്. 6:30 അദ്ദേഹം നെടുമ്പാശ്ശേരിയിലെത്തും. 7 മണിക്ക് മുൻപായി തന്നെ റോഡ് ഷോ തുടങ്ങും. വലിയ രീതിയിൽ കഴിഞ്ഞ തവണ കൊച്ചിയിൽ 2 ആഴ്ച മുൻപ് തൃശ്ശൂരിലും കണ്ടതിനേക്കാളും അധികം പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി റോഡ് ഷോ നടക്കുമെന്നുള്ള അവകാശവാദം കൂടി BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒപ്പം 4000 കോടി രൂപയുടെ 3 ബൃഹത് പദ്ധതികൾക്ക് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുക കൂടെ ചെയ്യുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒപ്പം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും അദ്ദേഹം നാളെ ദർശനം നടത്തുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അദ്ദേഹം കൊച്ചിയിലെത്തും. അത് 7000-ഓളം ശക്തി കേന്ദ്ര ചുമതലക്കാർ ഉൾപ്പെടുന്ന മഹാസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. പൂർണ്ണമാകുകയാണ് ഈ വാർത്താ ബുള്ളറ്റിൻ. നമസ്കാരം. പൊൻകതിർ പുട്ട് ഗോപിയുടെ മകളുടെ